നമ്മൾ ഈ നിയോനറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾക്കറിയാതെ പീഡിയാട്രിക്സിന്റെ ഒരു ഉപവിഭാഗമാണെന്നത്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒരു സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നത്? നിയോനറ്റോളജി നമ്മൾ നവജാത ശിശുക്കൾ ആദ്യത്തെ ഒരു മാസം 28 ഡേയ്സ് വരെയാണ് നമ്മൾ യൂഷ്വലി എടുക്കാറ്. പ്രീ ടേം ബേബീസ്, അതായത് മാസത്തിന് നമ്മൾ മാസം തികയെന്ന് പറഞ്ഞാൽ 37 ആഴ്ച മിനിമം തികയുന്നതിനാണ്, 37 മുതൽ 40 വരെ. അപ്പം മിനിമം 37 ആഴ്ച തികയാതെ നേരത്തെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അപ് ടു 44 വീക്സ് കറക്ഷൻ ഏജ് വരെയുള്ള കെയറാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു പുതിയ പ്രവണത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് നിയോനറ്റോളജിസ്റ്റ് ഉള്ള ആശുപത്രികളിൽ, അല്ലെങ്കിൽ നിയോനറ്റോളജി ICU ഉള്ള ആശുപത്രികളിൽ പ്രസവിക്കണമെന്നാണ് ഇപ്പോഴേ ഗർഭിണിയാകുന്ന പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരുടെ ഒരു ആഗ്രഹം. അതിനെക്കുറിച്ച് എന്താണ് എറണയ്ക്ക് പറയാനുള്ളത്? അത് നല്ലൊരു ഒപ്പീനിയനാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഇവർ 9 മന്ത്സ് ബേബി ചുമന്ന് മദറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ബേബി പുറത്ത് വരുമ്പോൾ ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അൺഫോർസീൻ ആയിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചില കോംപ്ലിക്കേഷൻസ് വരാം. സംടൈംസ് കുഞ്ഞ് ജനിച്ച ഉടനെ കരയാതിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നമുക്കറിയാവുന്ന കോംപ്ലിക്കേഷൻസ്, അല്ല ഡയബറ്റിക് ആയിട്ടുള്ള മദറാകാം, എൽഡർലി പ്രൈമി എന്ന് പറയും, അതായത് മാസം തികയാതെ ജനിക്കുന്ന ഇഷ്യൂസ് വരാം. സംടൈംസ് മാസം തികഞ്ഞ് എല്ലാം നോർമലായിട്ട് ജനിച്ചാൽ പോലും കുഞ്ഞ് കരയാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മദർ ആൻഡ് ബേബി കെയർ ആണ് നമ്മൾ ഒരുമിച്ച് ഉള്ള രണ്ടുപേരുടെയും കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിയോനറ്റോളജി കെയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ പ്രസവ സമയത്ത് തന്നെ നിയോനറ്റോളജിസ്റ്റുകൾ ലേബർ റൂമിൽ വേണമെന്നും കൂടിയാണ് ആഗ്രഹിക്കുന്നത്. അതെപ്പോഴും സാധ്യമാണോ, അല്ലെ അതുകൊണ്ട് പ്രത്യേക ഗുണമുണ്ടോ? നമ്മളിവിടെ NRP ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എപ്പോഴും ബേബിയെ റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ 24/7 അവൈലബിൾ ആണ്. ബേബി കരയുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്സ് എന്ന് പറയും, ബേബിയെ കെയർ ചെയ്ത ശേഷം ഡയറക്റ്റ്ലി അമ്മയുടെ സൈഡിലോട്ട്, ഇഫ് ബേബി ഇസ് ഫിറ്റ്, നല്ല ഓക്കെ ആണ്, നോർമലാണ് ബേബിയുടെ ഹെൽത്ത് എങ്കിൽ അപ്പം തന്നെ മദറിൻ്റെ സൈഡിലേക്ക് നമ്മൾ ബേബിയെ ഷിഫ്റ്റ് ചെയ്യും. ഏർലി ആയിട്ട് തന്നെ ഡയറക്റ്റ് ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. മദറിൻ്റെ കൂടെ റൂമിൽ, അഥവാ മദറിൻ്റെ കൂടെ തന്നെ കുഞ്ഞിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. മാസം തികഞ്ഞൊക്കെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ നിയോനറ്റോളജി ICUയിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം പോലും ഇല്ല. അല്ല, മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈ റിസ്ക് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, അതും അല്ലെങ്കിൽ കരയാതെ എന്തെങ്കിലും ആ സമയത്ത് ഒരു റിസ്ക് നമ്മൾ കാണുകയാണെങ്കിൽ, അറ്റ് റിസ്കിലാണ് കുഞ്ഞെങ്കിൽ അപ്പം തന്നെ ബേബിയെ നമ്മൾ ആക്റ്റീവായിട്ട് റെസസിറ്റേഷൻ കൊടുക്കുകയും, അതായത് കുഞ്ഞിന് വേണ്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ കരയാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബേബിയെ ഹെൽപ്പ് ചെയ്ത ശേഷം കുഞ്ഞിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ NICയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ ആശുപത്രിയിൽ 24 ആഴ്ച പ്രായമെത്തിയ കുഞ്ഞുങ്ങളും അതുപോലെ 450 ഗ്രാം തൂക്കമുള്ള കുഞ്ഞുങ്ങളെയും നമ്മൾ സുരക്ഷിതമായിട്ട് ഏതാണ്ട് പൂർണ്ണ വളർച്ചയിൽ എത്തിച്ച് നമ്മൾ മാതാപിതാക്കളുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എങ്ങനെയാണ് ഒരു നിയോനറ്റൽ കെയർ കൊടുക്കുന്നത്? ഡോക്ടർ അരുണയ്ക്ക് ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ? ഷുവർ. ബേബി ചെറിയ കുഞ്ഞുങ്ങളാണ്, വളരെ വെയിറ്റ് കുറവാണ്, എസ്പെഷ്യലി 1 kg താഴെയാണ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ ബേബി അപ്പം തന്നെ കെയറിന് വേണ്ടി NICയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ബേബി കരഞ്ഞില്ല എങ്കിൽ നമ്മൾ ഇൻറ്റുബേഷൻ, അഥവാ ട്യൂബ് ഇട്ട് കൃത്രിമ ശ്വാസം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരിക്കും അത് കൊടുക്കുക. സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. നമുക്ക് ഹാർട്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലങ്ങിൻ്റെ ഇമ്മച്യൂരിറ്റിയാണ് മേജർ പ്രശ്നം ഏർലി ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ. അപ്പം ഇത് വികസിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ മരുന്നുകൾ, സർഫാക്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു മരുന്നൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് ഏർലി ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് വേണോ വേണ്ടയോ എന്നുള്ളത് കുഞ്ഞിൻ്റെ അവസ്ഥയെ അനുസരിച്ചിരിക്കും നമ്മൾ ആ ഡിസിഷൻ എടുക്കുക. പിന്നെ ഏർലി ആയിട്ട് ആൻറ്റിബയോട്ടിക്സ്, ഇപ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഏർലി ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കും. അങ്ങനെ ഓരോ കുട്ടിക്കും വേണ്ടുന്ന ഈ പറഞ്ഞ കെയർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള കെയർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇങ്ങനെ ജനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ഡോക്ടർ അരുണ പറഞ്ഞ പോലെ 1 കിലോയിൽ താഴെ ഉള്ള കുഞ്ഞുങ്ങൾ അവരുടെ ഫീഡിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമ്മൾ യൂഷ്വലി ഇപ്പം കുഞ്ഞ് പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യം അവിടെ നടക്കുന്നത്. ഒന്ന്, കുഞ്ഞ് സക്ക് ചെയ്യണം, പിന്നെ കുഞ്ഞ് സ്വാളോ ചെയ്യണം. ഈ സ്വാളോ ചെയ്യുന്നത് നമ്മുടെ ശ്വാസം എടുക്കുന്നതായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. അത് യൂഷ്വലി ഓവർ ദ ടൈം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ കുഞ്ഞ് നേരത്തെ ജനിക്കുമ്പോൾ ഇതൊന്നും പ്രോപ്പർലി ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. ശ്വാസകോശമൊന്നും ശരിക്കും ഡെവലപ്ഡ് ആകുന്നില്ല. അതെ, അതിൻ്റെ കൂടെ റിഫ്ലക്സസ്. യെസ്, നോർമലി നമ്മൾ ഒരു കുഞ്ഞ് സക്ക് ചെയ്ത് സ്വാളോ ചെയ്ത് അത് ബ്രത്തുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞ് പാല് ഉള്ളിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ആ കോർഡിനേഷനൊക്കെ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 34 വീക്സ് ഒക്കെ എടുക്കും പ്രോപ്പറായിട്ട് കുഞ്ഞിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് സ്വാളോ ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് വായിൽ കൂടെ ഉടനെ തന്നെ ഫീഡ് കൊടുക്കാൻ പറ്റില്ല.
തുടക്കത്തിൽ നമ്മൾ ചിലപ്പം TPN എന്ന് പറയും, എക്സ്ട്രാ ആയിട്ടെല്ലാം തന്നെ നമ്മൾ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള അമിനോവൻ, അതായത് പ്രോട്ടീൻ, അതുപോലെ ലിപ്പിഡ്, ഇങ്ങനെ കുഞ്ഞിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ വയറ്റിനുള്ളിൽ ഒരു അമ്പലിക്കസ്, നമുക്കറിയാമല്ലോ, ഈ പൊക്കിൾ കൊടിയിൽ കൂടെ തന്നെ ലൈനിട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഇരുന്നാൽ തന്നെയും അമ്മയുടെ പാല് എത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ വായിൽ അറ്റ്ലീസ്റ്റ് ഓറൽ മൗത്ത് പെയിൻ്റ് എന്ന് പറയും, ജസ്റ്റ് മിനിമം വായിലൊന്ന് എത്തിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യും. കാരണം അത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി വളർത്താൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കുഞ്ഞ് പതുക്കെ ഫീഡ് ടോളറേറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫീഡിൻ്റെ അളവ് കൂടുകയും അതുപോലെ TPN കുറച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നോർമലി നമ്മൾ ചെയ്യാറ്. ഇപ്പം നമ്മുടെ നിയോനറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നിയോനറ്റോളജി ശാസ്ത്ര ശാഖയിൽ തന്നെ വളരെയേറെ വിപ്ലവകരമായിട്ടുള്ള ഒത്തിരിയേറെ പുതിയ പരീക്ഷണങ്ങളും പുതിയ ഡെവലപ്മെന്റ്സും വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ അരുണയ്ക്ക് ഒന്ന് വിശദീകരിക്കാം. ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഓവർ ദ ടൈം പ്രീ ടേം കെയർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് കരയാതിരിക്കുന്ന കുഞ്ഞിന് എന്താണ് സംഭവിക്കുക എന്ന് പേരൻസ് ചോദിക്കാറുണ്ട്. അപ്പം ലോങ് ടേം ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ് ഒക്കെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കിത് തടയാൻ വേണ്ടി എന്ത് ചെയ്യാം? അതിനാണ് തെറപ്യൂട്ടിക് ഹൈപ്പോതേർമിയ എന്ന് പറയുന്നത്, അഥവാ കൂളിംഗ് തെറാപ്പി. കുഞ്ഞ് കരഞ്ഞില്ല, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുത്ത ശേഷമാണ് കുഞ്ഞ് കരഞ്ഞത്, നമ്മൾ ഒരുപാട് സഹായിച്ച ശേഷമാണ് കുഞ്ഞ് കരഞ്ഞതെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് നമ്മളൊരു മേ ബി ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് കുഞ്ഞ് ഫിറ്റ്സും അതുപോലെ തന്നെ സീഷേഴ്സൊക്കെ കാണിച്ചു വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് തടുക്കാനാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു പരിധി വരെ ഈ കൂളിംഗ് തെറാപ്പി അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച് മിക്കവാറും പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞാണ് എങ്കിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ കുഞ്ഞുങ്ങൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. ഈ സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നോർമൽ ന്യൂബോൺ കെയറിനെ പറ്റിയാണ് സാർ ചോദിച്ചത് അല്ലേ? അതെ, നമ്മൾ കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് നല്ല സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ മാറ്റുകയും ഏർലി ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബ്രസ്റ്റിൽ പാല് കൊടുക്കാൻ വേണ്ടി അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലാക്ടേഷണൽ കൗൺസിലറിൻ്റെ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിൽ കുഞ്ഞിന് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ, മോഷൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ കുഞ്ഞിൻ്റെ ഇനീഷ്യലി ബർത്തിൻ്റെ സമയത്ത് തന്നെ കൊടുക്കേണ്ട വാക്സിൻസ് ഉണ്ട്. മെയിനായിട്ട് BCG, OPV, ഹെപ്പറ്റൈറ്റിസ് B, ഈ 3 വാക്സിൻസ് ആണ് നമ്മൾ ബർത്ത് വാക്സിൻസ് ആയിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ ഡിസ്ചാർജിന് മുമ്പ് തന്നെ ചെയ്യും. പിന്നെ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതെ, മെയിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ പാർട്ടായിട്ട് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം, മാൻഡേറ്ററി ആണത്. കാരണം പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ബുദ്ധിമാന്യത്തിൻ്റെ മേജറായിട്ടൊരു കോസാണ് ഹൈപ്പോതൈറോയിഡിസം. അത് നമ്മൾ ഏർലി ആയിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഐഡിയലി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. 48 to 72 hours ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മേലെയാണ് വരുന്നതെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ മെഡിസിൻ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 1. 2, മഞ്ഞപ്പിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളിൽ നോർമലായി കാണുന്ന മഞ്ഞപ്പ് ഒരു പരിധിയിൽ കൂടുതൽ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോട്ടോതെറാപ്പിയുടെ സഹായത്തോടുകൂടിയൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത് നോർമലാണോ അബ്നോർമലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റും നമ്മൾ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ണിൻ്റെ ടെസ്റ്റും ഒക്കെ ചെയ്യുന്നത് വളരെ ശരിയാണ് സർ. മെയിനായിട്ട് നമ്മൾ കുഞ്ഞ് ജനിക്കുന്നത് വളരെ ഏർലി ആയിട്ടാണെങ്കിൽ 3 ആഴ്ചയിലോ ഒരു 28 ആഴ്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ 4 ആഴ്ചയിലോ ഒക്കെയാണ് നമ്മൾ ഈ ROP അഥവാ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്ന കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞുങ്ങളിൽ പ്രീടേമായി ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു കണ്ണിൻ്റെ ഇഷ്യൂ ആണിത്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്യുകയാണ്, പ്രോപ്പറായിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് തടയാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കേൾവി ടെസ്റ്റിങ്ങും എല്ലാം ചെയ്യാറുണ്ട്. അതെ, കേൾവി ടെസ്റ്റിംഗ് എല്ലാ ബേബീസിലും നമ്മൾ 48 മണിക്കൂർ കഴിഞ്ഞ ശേഷം ചെവിയുടെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ ആണ് അതിനെ പറയുന്നത്. അത് നോർമലി നമ്മളിവിടെ ചെയ്യും. ഇതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഫർദർ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നതാണ്. ഡോക്ടർ അരുണ, ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറിങ്ങിനെ കുറിച്ച് പല അമ്മമാരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണത്? ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഇപ്പം മദർ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ മദറിന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പാൽ തന്നെ കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. പ്രോപ്പറായിട്ട് ഹാൻഡ് സാനിറ്റൈസ് ഒക്കെ ചെയ്ത ശേഷം ഒന്നെങ്കിൽ മാനുവലായിട്ടോ അല്ലെങ്കിൽ പമ്പ് യൂസ് ചെയ്തോ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെ തന്നെ പുറത്ത് വെക്കുകയാണെങ്കിൽ പോലും 4 to 6 hours നല്ല സ്റ്റെറൈലായുള്ള കണ്ടെയ്നറിൽ, ഒന്നെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ബാഗുകൾ അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ, കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് എടുത്ത് വെക്കാം. ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 4 മുതൽ 6 മണിക്കൂർ വരെ തന്നെ പുറത്ത് നോർമലി വെക്കാം.
ഇത് നമുക്ക് ഫ്രിഡ്ജിലും വെക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ താഴത്തെ ഇതിലാണ് വെക്കുന്നതെങ്കിൽ, നോർമൽ റെഫ്രിജറേറ്ററിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 24 hours ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. ഇനി ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കിത് മാസങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും. അപ് ടു 6 months വരെ സ്റ്റേബിളായിട്ട് ഇത് ഉള്ളിലിരുന്നോളും. നമ്മളിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ലോങ് ടേം ഒക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാണ് കളക്ട് ചെയ്യുന്നുള്ള ഡേറ്റ് മാർക്ക് ചെയ്യുക. ആദ്യം വെച്ചത് ആദ്യം ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യുക. ഇനി ഇത് എങ്ങനെ നമ്മൾ ഈ തണുത്തിരിക്കുന്ന ഈ ഫ്രീസറിലിരിക്കുന്ന പാൽ എങ്ങനെ തണുപ്പ് മാറ്റാം, അതിന് നമ്മൾ തോയിങ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് തോ ചെയ്യേണ്ടത്? ഡയറക്റ്റ്ലി എടുത്ത് ചൂടാക്കാമോ? നോ. ഡയറക്റ്റ്ലി സ്റ്റൗവിൽ വെച്ചോ മൈക്രോവേവിൽ വെച്ചോ ചൂടാക്കാൻ പാടില്ല. കാരണം ഇതിന് നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. നഷ്ടപ്പെട്ടു. അതെ. അപ്പം നമ്മളിത് എങ്ങനെയാണ് അപ്പം ഇത് ചെയ്യുക, തോ ചെയ്യുക? നമുക്ക് നേരെ എടുത്ത് പുറത്ത് വെച്ച് പതുക്കെ തണുപ്പ് മാറ്റിയെടുക്കാം. ഒന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ നമ്മുടെ ഈ റെഫ്രിജറേറ്ററിലോട്ട് മാറ്റി വെക്കാം. മേലത്തെ ഫ്രീസറിൽ നിന്ന് താഴോട്ടെടുത്ത് മാറ്റി വെച്ച് ഓവർ നെക്സ്റ്റ് 1 day പതുക്കെ യൂസ് ചെയ്യാം. ഇല്ല ഉടനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇളം ചൂട് വെള്ളത്തിൽ ഈ ബാഗോട് കൂടി അല്ലെങ്കിൽ ഈ ബോട്ടിലോട് കൂടി ഇറക്കി വെച്ച് പതുക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വർക്കിംഗ് വിമൻ ധാരാളമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സാധാരണഗതിയിലല്ല എപ്പോഴും ഇപ്പൊ കേൾക്കുന്നതും അതുപോലെ തന്നെ അമ്മമാർക്കും വലിയ ആശങ്കകളാണ് ഈ ഫോട്ടോതെറാപ്പി. എന്താണ് ഈ ഫോട്ടോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുഞ്ഞുങ്ങളിൽ നോർമലി കാണുന്ന ഒന്നാണ് അത്. നവജാത ശിശുക്കളിൽ വളരെ കോമൺ ആയി കാണുന്ന ഒന്നാണ് ഈ ബിലിറുബിൻ കൂടി നിൽക്കുക അഥവാ കുഞ്ഞുങ്ങളിലെ മഞ്ഞപ്പ്. അത് നോർമൽ ആയിട്ടുള്ളൊരു ഫിനോമിനനാണ്. ഒരു പരിധി വരെ അത് കുട്ടിക്ക് നല്ലതാണ്, കാരണം ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പക്ഷേ ഇതൊരു പോയിന്റിന്റെ മേലെ പോവുകയാണ്. ഓൾറെഡി സ്റ്റഡീസ് ഒക്കെ നടത്തി നമുക്ക് ഇന്ന മണിക്കൂറിൽ ഇന്നതാണ് കട്ട് ഓഫ് എന്ന് നമുക്ക് സെറ്റായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ഇതിന് മേലോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുത്താൽ മതിയാവും. ഇനി തെറാപ്പി കൊടുക്കാതിരുന്നാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് മദേഴ്സ് എപ്പോഴും ചോദിക്കും. 2 ദിവസം കഴിയുമ്പോൾ തനിയെ കുറഞ്ഞു പോവില്ലേ, നമ്മൾ എന്തിനാ ഇതിന് അനാവശ്യമായിട്ട് ഫോട്ടോതെറാപ്പി കൊടുക്കുന്നത് എന്ന ഡൗട്ട് ചോദിക്കാറുണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ വളരെ ഹൈ ആയിട്ടുള്ള ബിലിറുബിൻ നമ്മുടെ ബ്രെയിനിലൊക്കെ പോയി ഇത് അക്യുമുലേറ്റ് ചെയ്യും കുഞ്ഞിൻ്റെ. അത് ലോങ് ടേം ആയിട്ടുള്ള ഇഷ്യൂസ് വരുത്തും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുത്ത് ബിലിറുബിൻ കുറയ്ക്കാൻ പറയുന്നത്. പിന്നെ വീട്ടിൽ പോയി എന്തൊക്കെ അവർക്ക് നോക്കാം. അതായത് നന്നായിട്ട് ഫീഡ് ചെയ്യുന്ന കുഞ്ഞ് ഇത് യൂറിന് കൂടെ പാസ് ചെയ്ത് പൊക്കോളും. ഈ മഞ്ഞപ്പ് ഉണ്ടാക്കുന്ന ബിലിറുബിൻ യൂറിന് കൂടെ പാസ് ചെയ്ത് പൊക്കോളും. നന്നായി കവർ ചെയ്ത് വെക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. തണുക്കാതെ നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. മുൻകാലങ്ങളിലാണെങ്കിൽ പ്രസവത്തോടുകൂടി കുഞ്ഞു കയ്യിൽ എത്തിയാൽ വളരെ സുരക്ഷിതമായി അല്ലെങ്കിൽ സന്തോഷമായി എന്നാണ് മാതാപിതാക്കൾ കരുതുന്നത്. ഇപ്പോഴങ്ങനെയല്ല. കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകളിൽ എത്തുമ്പോഴേക്കും അതിനു മുൻപ് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അമ്മമാർക്ക് ധാരാളം ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് വിമൻ ആണ് മിക്ക അമ്മമാരും ഒക്കെ. അപ്പോൾ അവർക്കിത് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിലയേറിയ അനുഭവങ്ങൾ പങ്കുവെച്ച ഡോക്ടർ അരുണയ്ക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു.